സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പെൻഷനായി ലഭിക്കുമെന്ന ഉറപ്പാണ് സർക്കാർ നൽകുന്നത്. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പെൻഷനായി ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും DR അനുവദിക്കുന്ന പദ്ധതിയുമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. നിലവിലുള്ള NPS-ൽ നിന്ന് അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാനുള്ള അവസരവും ഉണ്ടായിരിക്കും. NPS-ൽ തുടരേണ്ടവർക്ക് അതിലും തുടരാം. ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേക ഫണ്ടായി കൈകാര്യം ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കും. അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേരിട്ട വൻ തിരിച്ചടി തന്നെയാണ് 10 വർഷമായി നീട്ടിക്കൊണ്ടുപോയ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതാണ് അഷ്വേർഡ് പെൻഷൻ പദ്ധതി. കേന്ദ്ര മാതൃക മഹാരാഷ്ട്ര, ഹരിയാന, ഒഡീഷ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ നേരത്തെ നടപ്പാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം തമിഴ്നാടും പദ്ധതിയിലേക്ക് മാറി. 2013 വരെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനായിരുന്നു. ഇത് വൻ ബാധ്യതയാണെന്ന് കണ്ടാണ് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ കുറഞ്ഞ തുക 5000 രൂപയും പരമാവധി തുക അവസാനത്തെ 10 മാസം വാങ്ങിയ ശമ്പളത്തിന്റെ ശരാശരിയുടെ പകുതിയുമായിരുന്നു. പങ്കാളിത്ത പെൻഷനിൽ കുറഞ്ഞ പെൻഷൻ എന്നൊന്നില്ല. സർവീസ് അനുസരിച്ചാണ് പെൻഷൻ നിശ്ചയിക്കുന്നത്. 455 രൂപ പ്രതിമാസ പെൻഷൻ കിട്ടുന്നവർ വരെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് 35നും 40നും വയസ്സിനിടയിലാണ് കൂടുതൽ പേരും സർവീസിൽ കയറുന്നത്. 15 മുതൽ 20 വർഷമാകുമ്പോൾ തന്നെ പെൻഷനുമാകും. ഇതാണ് പങ്കാളിത്ത പെൻഷനോട് അതൃപ്തിയുണ്ടാക്കിയതും. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാതൃകയിൽ 5000 രൂപ കുറഞ്ഞ പെൻഷനും അവസാന 10 മാസം വാങ്ങിയ ശമ്പളത്തിന്റെ 30 മുതൽ 40% വരെ പെൻഷൻ ഉറപ്പാക്കുന്നതുമാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് സൂചന. ഗ്രാറ്റുവിറ്റി പങ്കാളിത്ത പെൻഷനേക്കാൾ കുറവും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിനേക്കാൾ കൂടുതലുമായിരിക്കാനാണ് സാധ്യതയും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.